അപ്പോൾ നമുക്കിന്ന് 50-50 ബിസ്ക്കറ്റ് വെച്ചിട്ടൊരു പുഡിംഗ് ഉണ്ടാക്കിയാലോ. അതിനായിട്ടൊരു പാക്കറ്റ് ബിസ്ക്കറ്റ് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കണം. അതിന് ശേഷം നമുക്ക് 5 സ്പൂൺ പഞ്ചസാരയാണ് വേണ്ടത്. അപ്പോൾ അതും ഇതുപോലെ തന്നെ പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുക. അതിന് ശേഷം ഏലക്കായ, ഒരു 3 ഏലക്കായ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ പൊടിച്ച് വെച്ചേക്കുന്ന പൊടികൾ ഇട്ട് കൊടുക്കുക. മിൽക്ക്, 1 കപ്പ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുക. പിന്നെ 2 മുട്ട വേണം. പിന്നെ നമുക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്യാനുണ്ട്. അതിന് ശേഷം ഒരു പാത്രം വെച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കുക. അതിന് ശേഷം കാരമലൈസ് ചെയ്ത പഞ്ചസാര ഒഴിക്കുക. പിന്നെ ആ മാവ് ഒഴിച്ച് കൊടുക്കുക. വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത്, ഞാനിപ്പോൾ ഇഡ്ഡലി ചെമ്പിലാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഇടയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു ചെറിയ ബൗൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലയിലാണ് ഇത് വെക്കേണ്ടത്. 30 മിനിറ്റ് അടച്ച് വെച്ച് കഴിക്കാൻ ഞാൻ 2 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണമാണ് ഇത്. ഒരെണ്ണം ഞാൻ ഫ്രിഡ്ജിൽ